പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത്. അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവ് ബജറ്റിനെ സംബന്ധിച്ച് ഉന്നയിക്കുന്നു. പദ്ധതികൾ നടപ്പിലാക്കാനുള്ള പണം എവിടെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രാഥമികമായ ചോദ്യം. ഒപ്പം നികുതി വരുമാനം വർദ്ധിച്ചു, അല്ലെങ്കിൽ സർക്കാരിന്റെ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ GSTക്ക് ആനുപാതികമായ തരത്തിലുള്ള വർധനവുണ്ടായിട്ടില്ല സംസ്ഥാനത്ത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പൊതുവിതരണ മേഖലയെ ബജറ്റിൽ ഒഴിവാക്കിയിരിക്കുന്നു. സപ്ലൈകോയ്ക്ക് ഫലത്തിൽ പണമില്ല എന്ന അവസ്ഥയാണുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ആണ് ഉന്നയിക്കുന്നത്. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെ കൊള്ളയെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത്. നികുതി വർധനവിനോട് എതിർപ്പില്ല, പക്ഷേ ഒറ്റയടി 50% ഭൂനികുതി വർദ്ധിപ്പിച്ചത് എന്നത് അംഗീകരിക്കാനാവില്ല എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതേസമയം ബജറ്റിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ സംസാരിച്ചത്. ധനഞെരുക്കത്തിന് പ്രധാന കാരണം കേന്ദ്ര അവഗണനയാണ്, കേന്ദ്രത്തിൻ്റെത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിലപാടാണ് എന്നും ധനമന്ത്രി വിമർശിച്ചു. പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുകയാണ്. GST വന്നതോടെ സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം കുറഞ്ഞതായി, ഇനി ഒന്നും വെട്ടിക്കുറയ്ക്കാനില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനം നേരിട്ട ധനഞ്ഞെരുക്കത്തിന് കാരണം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണനയാണ്. കേന്ദ്ര അവഗണന ഉടനെ ഈ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണത്തിലെ നമ്മുടെ വിഹിതം കുറയാൻ ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ടായി. 10ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 3.88% 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ 1.92%-ലെത്തി. കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിക്കുന്ന ഗ്രാന്റിന്റെ കാര്യത്തിലും കേരളത്തിന്റെ ഓഹരി തുടർച്ചയായി കുറയുകയാണ്. അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ കേരളമാണ് ഒന്നാമതെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ പദ്ധതി വെട്ടിക്കുറിക്കുകയാണ് ചെയ്യുന്നത്. 12ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് കേരളത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം 4.54% 15ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ അത് 2.68% കുറഞ്ഞു. GST വന്നതോടുകൂടി സ്വന്തം നിലയിൽ നിരക്കുകൾ നിശ്ചയിച്ച് നികുതി പിരിക്കാനുള്ള നമ്മുടെ അധികാരം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി. GSTയിൽ നികുതി വരുമാനം കുതിച്ചുയരും എന്നായിരുന്നു പ്രതീക്ഷ. അതുണ്ടായില്ല. നികുതി പിരിവിലെ കുറവ് പരിഹരിക്കാൻ അനുവദിച്ചിരുന്ന GST കോമ്പൻസേഷൻ നിലച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി 2028-ൽ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വിഴിഞ്ഞത്തെ പ്രധാന കയറ്റിറക്കുമതി തുറമുഖമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. വിഴിഞ്ഞത്തിനായി റോഡ് വികസനം വേഗത്തിലാക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. സർ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണം മുൻപ് തീരുമാനിച്ചിരുന്നതിന് മുമ്പ് തന്നെ 2028 ഡിസംബറോട് കൂടി പൂർത്തിയാക്കാൻ ധാരണയായി. ഇത് കേരളത്തിൽ നടാടെ നടക്കുന്ന കാര്യമാണ്. ടൈം ഓവർറണ്ണിന്റെയും കോസ്റ്റ് ഓവർറണ്ണിന്റെയും കാര്യത്തിൽ സാധാരണ വരുന്ന കാലതാമസം ഒഴിവാക്കി 2045-ൽ പൂർത്തിയാക്കാൻ കണക്കുകൂട്ടിയ കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 2028-ൽ പൂർത്തിയാവുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയും കണ്ടെയ്നർ നീക്കം വർദ്ധിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് സംസ്ഥാനത്തെ റോഡുകളുടെ ട്രാഫിക് സമ്മർദ്ദം ഉയരും. ദേശീയപാതകളോടൊപ്പം സംസ്ഥാന പാതകളുടെയും പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ബജറ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുമ്പോൾ ഇങ്ങനെയാണ്. കേരള സർക്കാർ ലക്ഷ്യമാക്കിയിട്ടുള്ള നവകേരള നിർമ്മാണത്തിന് ആവേശകരമായി പുതിയ കുതിപ്പ് നൽകാൻ പോരുന്ന ക്രിയാത്മകമായ ഇടപെടൽ ആണ് കേരളത്തിന്റെ ഈ വാർഷിക ബജറ്റ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിത ക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനം ആണ് ഈ ബജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കും എന്ന് പറയുന്നുണ്ട്. പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ മികവുറ്റതാക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിന്റെ സമസ്ത മേഖലകളെയും വികസനോന്മുഖമായി സ്പർശിക്കുന്നതും സമതുലിതമായ ഉണർവ് എല്ലാ മേഖലയിലും ഉറപ്പാക്കുന്നതുമാണ് ഈ ബജറ്റ് എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണമായി പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ലൈഫ് പദ്ധതിക്ക് 1160 കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തിയിട്ടുള്ളത്. കാരുണ്യ പദ്ധതിക്ക് ആദ്യഘട്ടമായി 700 കോടി രൂപയും അനുവദിക്കുന്നതായി ധനമന്ത്രി പറഞ്ഞു. സാർ, 25-26 സാമ്പത്തിക വർഷം ലൈഫ് പദ്ധതിക്കായി 1160 കോടി രൂപ വകയിരുത്തുന്നു. സാർ, രാജ്യത്ത് കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സാർ, സംസ്ഥാനത്തെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഈ സർക്കാർ ഇതിനകം നൽകിയത് 3967.3 കോടി രൂപയാണ്. പ്രതിവർഷം 1300 കോടിയിലധികമാണ്. സാർ, ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാൾ അധികരിച്ച തുകയാണ് ഓരോ വർഷവും കാരുണ്യ പദ്ധതിക്ക് നൽകുന്നത്. സാർ, 25-26-ൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആദ്യഘട്ടമായി 700 കോടി രൂപ അനുവദിക്കുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിന്റെ ഉള്ളടക്കം വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.